ഹായ് ഗൈസ്, വെൽക്കം ടു ദ അൾട്ടിമേറ്റ് മെൻസ് ഗ്ലോബ് ഗൈഡ്. ഈ ഗൈഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു 30 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലുക്സ് മൊത്തത്തിൽ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ പഴയ ഓൾഡ് അപ്പിയറൻസിൽ നിന്നും മൊത്തമായ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾഡ് ഹെയർ സ്റ്റൈലും ഓൾഡ് വാർഡ്രോബും ഒക്കെ മാറ്റി നിങ്ങളുടെ ഗ്രൂമിംഗ് റൊട്ടീൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്തൊരു ഫുള്ളി കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ ട്രാൻസ്ഫോർമേഷനെ പറ്റി ചിന്തിക്കുക അല്ലെങ്കിൽ ഗൈഡ് ഫോളോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ്. നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെ സ്വയം സമർപ്പിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മൊത്തമായി ഇല്ലാതാക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്ത ഈ മൈൻഡ് സെറ്റ് ഇല്ലാത്ത വ്യക്തികളുമായുള്ള ഫ്രണ്ട്ഷിപ്പ് വരെ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടതായി വരും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാറ്റം ഒരിക്കലും എളുപ്പമല്ലെന്നുള്ള കാര്യം തിരിച്ചറിയുക. പക്ഷെ ഒരു മാറ്റമുണ്ടാകാൻ ഒരിക്കലും വൈകുകയുമില്ല. നിങ്ങൾ ജീവിതത്തിൽ വെല്ലുവിളികൾ സ്വീകരിക്കുക. ഒരിക്കലും തളരാതെ ഞാനിന്ന് ഈ പറയുന്ന സ്റ്റെപ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അതിൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുക. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വളരെ സഹായകരമായിരിക്കും. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് സ്കിൻ കെയർ റൂട്ടീൻസ്. നിങ്ങൾ എവിടെ പോയാലും ആളുകൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ മുഖമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചർമ്മത്തെ പരിപാലിക്കേണ്ടത് വളരെ അത്യാവശ്യമായുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനാൽ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ മൃദുവായ ക്ലെൻസർ ഉപയോഗിച്ച് മുഖം കഴുകുക. അതിനുശേഷം മോയ്സ്ചറൈസ് ചെയ്യാനായി സൺസ്ക്രീൻ പുരട്ടുക. ഇത് രാവിലെയും വൈകുന്നേരവും പതിവായി ആവർത്തിക്കുക. റെറ്റിനോൾ ഉപയോഗിച്ച് സൺസ്ക്രീൻ മാറ്റി സ്ഥാപിക്കുക. ഈ മാന്ത്രിക ചേരുവ നിങ്ങളുടെ മുഖത്തെ നേർത്ത വരകൾ, ചുളിവുകൾ, മുഖക്കുരുകൾ, കറുത്ത പാടുകൾ എന്നിവയെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് നിങ്ങൾക്ക് വ്യക്തവും ആരോഗ്യപ്രദവുമായ ഒരു ചർമ്മം നൽകുന്നു. നിങ്ങളുടെ കോൺഫിഡൻസും മൊത്തത്തിലുള്ള അട്രാക്റ്റീവ്നെസ്സും വർദ്ധിപ്പിക്കുന്നതിന് നല്ല നീറ്റ്നെസ് പാലിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓർക്കുക, ആളുകൾ മര്യാദയെയും ബഹുമാനത്തെയും വിലയിരുത്തുന്നു. മനോഹരമായ ഒരു സുഗന്ധം വളരെ ദൂരം പോകുന്നു. ആരും ശ്രദ്ധിക്കാനില്ലെന്നുള്ള വിശ്വാസം കളയുക. കാരണം നിങ്ങൾ വളരെ നീറ്റായുള്ള ഒരു ഡെയിലി റുട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസിനെ അത് ഉയർത്തുന്നതാണ്. സോ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഹൈജീൻ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്ലോറൈഡ് ഫ്രീ ടൂത്ത് പേസ്റ്റും മൗത്ത് വാഷും ടീത്ത് വൈറ്റനിങ് സ്ട്രിപ്സും ടങ് സ്ക്രാപ്പേഴ്സുമാണ്. ഇത് നിങ്ങളുടെ ബോഡിക്ക് വളരെ നല്ലൊരു സ്മെൽ നൽകുന്നതാണ്. സോ മൂന്നാമത്തെയും വളരെ ഇമ്പോർട്ടന്റുമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹെയർ കെയർ ആണ്. നിങ്ങളുടെ ഫേസ് ഷേപ്പിന് മാച്ച് ചെയ്യുന്ന ഒരു ഹെയർ കട്ട് കണ്ടെത്തുന്നത് നിങ്ങളുടെ ലുക്സിന് വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ ഫേസ് ഷേപ്പ് നിർണ്ണയിക്കുകയും അതിന് അനുയോജ്യമായ ഒരു ഹെയർ സ്റ്റൈൽ കണ്ടെത്തുന്നതിനും വേണ്ടി നിങ്ങൾക്ക് ഗൂഗിളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ മറ്റേതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ലളിതമായ ഒരു ഹെയർ കെയർ റൂട്ടീൻ സ്ഥാപിക്കുക. കുറച്ചുനാൾ കൂടുമ്പോൾ തന്നെ ഹെയർ കട്ട് ചെയ്യുക. ആഴ്ചയിൽ ഒരിക്കൽ മുടി കഴുകുക. ദിവസേന കണ്ടീഷൻ ചെയ്യുക. പിന്നെ ഹെയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. അത് നിങ്ങളുടെ മുടിക്ക് ആരോഗ്യവും വളരെ മികച്ചൊരു ശൈലിയും നൽകുന്നു. സോ നല്ലൊരു ഹെയർ കെയറിന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമായി വരുന്ന കുറച്ച് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാമ്പുവും പിന്നെ ഒരു ഹെയർ കണ്ടീഷണറും പിന്നെ അർഗൻ ഓയിലുമാണ്. ഈ 3 പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് നല്ലൊരു ഹെയർ കെയർ റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആവശ്യമായി വരുന്നത്. നമ്മുടെ ലിസ്റ്റിൽ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫേഷ്യൽ ഹെയർ ആണ്. നിങ്ങൾക്ക് താടി വളർത്താനുള്ള കഴിവുണ്ടെങ്കിൽ അത് തഴച്ചു വളരും. കാരണം ഒരു താടി നിങ്ങളുടെ രൂപത്തിന് പുരുഷത്വവും ആകർഷത്വവും നൽകുന്നു. പുതിയതും നന്നായി പരിപാലിക്കേണ്ടതുമായ രൂപം നിലനിർത്തുന്നതിനായി നിങ്ങൾ നിങ്ങളുടെ താടി പതിവായി ട്രിം ചെയ്യാനായി ഓർമ്മിക്കുക. അഥവാ താടി വളർത്തുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ ദിവസവും റേസറിന് പകരം ക്ലിപ്പർ യൂസ് ചെയ്ത് ഷേവ് ചെയ്യുക. ഇത് നിങ്ങളുടെ മുഖക്കുരു പ്രശ്നം തടയുകയും അതേസമയം നിങ്ങൾക്ക് വൃത്തിയും സങ്കീർണവുമായ ഒരു രൂപം നൽകുകയും ചെയ്യുന്നു. നമ്മുടെ ലിസ്റ്റിൽ 5ാമത് വരുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീത്ത് ആണ്. മഞ്ഞപ്പല്ലും വായുനാറ്റവും മിക്ക ആളുകളുടെയും പ്രോബ്ലംസ് ആണ്. ദിവസത്തിൽ 2 തവണ പല്ല് തേച്ച് ഫ്ലോസ് ചെയ്തും ശരിയായ വാക്കാലുള്ള ശുചിത്വം ഉറപ്പാക്കുക. നിങ്ങളുടെ നാവിന്റെ പിൻഭാഗത്തുള്ള ആ വൈറ്റ് കളർ സബ്സ്റ്റൻസ് ഒഴിവാക്കുന്നതിനായി ഒരു ടങ് സ്ക്രാപ്പർ ഉപയോഗിക്കുന്നത് പരിഗണിക്കുക. ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഫ്ലോറൈഡ് രഹിത ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക. നിങ്ങളുടെ ചുണ്ടുകളും അവഗണിക്കരുത്. തേൻ, പഞ്ചസാര എന്നിവയുടെ മിശ്രിതം ഉപയോഗിച്ച് നിങ്ങളുടെ ചുണ്ടിലെ ഡെഡ് സ്കിൻ സെൽസിനെ പുറന്തള്ളുക. തുടർന്ന് വാസലിൻ പോലുള്ള അറ്റാച്ച്മെന്റ്സ് ഉപയോഗിച്ച് മോയ്സ്ചറൈസ് ചെയ്യുക. നമ്മുടെ ലിസ്റ്റിൽ 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐബ്രോസ് ആണ്. നല്ല രീതിയിൽ ഗ്രൂം ചെയ്ത ഐബ്രോസ് നിങ്ങളുടെ അപ്പിയറൻസ് നല്ലതാക്കും. നിങ്ങൾക്ക് അധികം മുടിയോ കൂടുതൽ നെറ്റിവരയോ ഉണ്ടെങ്കിൽ അവ ഷേവ് ചെയ്യാനോ രൂപപ്പെടുത്താനോ 1 മിനിറ്റ് എടുക്കുക. ഇത് നിങ്ങളുടെ അപ്പിയറൻസ് നല്ലതാക്കുകയും നിങ്ങളുടെ കണ്ണുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരികയും ചെയ്യും. 7ാമത്തെയും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് വർക്കൗട്ട്. മസിൽ ബിൽഡ് ചെയ്യുന്നത് ഗ്ലോ അപ്പിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള എക്സർസൈസും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റും പിന്നെ ഒരു പേഴ്സണൽ ട്രെയിനറിനെയും വെക്കുക. അഥവാ നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രെയിനറിനെ വെക്കാൻ പറ്റില്ലെങ്കിൽ
അതൊരിക്കലും ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കരുത്. നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. കാരണം വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങളെ അട്രാക്റ്റീവ് മാത്രമല്ല ആക്കുന്നത്, അത് നിങ്ങൾക്ക് കോൺഫിഡൻസും സന്തോഷവും നൽകുന്നു. സോ 8ാമത്തെയും വളരെ ഇമ്പോർട്ടന്റുമായിട്ടുള്ള വേറൊരു സ്റ്റെപ്പാണ് ക്ലോത്തിങ്. നിങ്ങളുടെ വാർഡ്രോബ് അപ്ഡേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ രൂപത്തിനും ആത്മവിശ്വാസത്തിനും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഓൾഡ് മണി, ബാഗി സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിക്കും കളറിനും സ്യൂട്ട് ചെയ്യുന്ന മറ്റേതെങ്കിലും ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ സ്വീകരിക്കുക. കറുപ്പ്, വെളുപ്പ്, നേവി ബ്ലൂ അല്ലെങ്കിൽ ബ്രൗൺ പോലുള്ള ബഹുമുഖ നിറങ്ങൾ തിരഞ്ഞെടുക്കുക. അത് എളുപ്പത്തിൽ മിക്സ് ചെയ്യാനും പൊരുത്തപ്പെടാനും കഴിയും. പിങ്ക്, ചുവപ്പ്, ഓറഞ്ച് അല്ലെങ്കിൽ പച്ച തുടങ്ങിയ നിറങ്ങൾ ഒഴിവാക്കുക. അത് നിങ്ങളുടെ വസ്ത്ര കോമ്പിനേഷനുകളെ പരിമിതിപ്പെടുത്തിയേക്കും. അപ്പൊ അതായിരുന്നു നമ്മുടെ ഗൈഡിലെ ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ സ്റ്റെപ്പുകളെല്ലാം തന്നെ നിങ്ങൾ ഒരു 30 days കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കഴിയുമ്പോൾ നിങ്ങളുടെ ലുക്സിൽ വളരെ മികച്ചൊരു വ്യത്യാസം കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ 30 ദിവസം കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൈൻഡിൽ തോന്നും, ഇത് ഞാൻ തന്നെയാണോ, എനിക്ക് വളരെ മികച്ചൊരു മാറ്റം തന്നെയാണല്ലോ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്റ്റെപ്പുകളെല്ലാം തന്നെ ഒരു 30 days ഫോളോ ചെയ്യേണ്ടതാണ്. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം. Okay, now that's it my friend. Now go and be the best version of yourself.